പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് അനുഗ്രഹങ്ങൾ പേമാരി പോലെ വർഷിപ്പിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ. നന്മയുടെ വഴിയിൽ വളരെ ആൾത്തിരക്കുള്ള മാസവും തിന്മയുടെ വഴിയിൽ ആൾത്തിരക്ക് കുറഞ്ഞ മാസം കൂടിയാണ് റമദാൻ. ചെറുതും വലുതുമായ സൽക്കർമ്മങ്ങളിലൂടെ പടച്ചിറപ്പിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കരസ്ഥമാക്കാനുള്ള ത്യാഗ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ. നമസ്കാരത്തിലൂടെയും തറാവീഹിലൂടെയും ഇഫ്താറുകളിലൂടെയും നോമ്പിലൂടെയും ഒക്കെ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്പാദിക്കാനുള്ള ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ കടന്നു പോവുകയാണ്. റമദാനിൽ വലിയ പ്രതിഫലമുള്ള ഒരു പ്രവൃത്തിയാണ് നോമ്പുകാരന്റെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. പ്രവാചകൻ പറയുന്നുണ്ട്, മൻ ഫത്തറ സ്വാഇമൻ കാന ലഹു മിസ്ലു അജ്രിഹി. നോമ്പ് തുറപ്പിക്കുന്ന ആൾക്ക് നോമ്പുകാരന്റെ അതേ പ്രതിഫലം തന്നെ അല്ലാഹു നൽകുമത്രേ. നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ ഒരല്പം പോലും കുറവ് സംഭവിക്കുകയുമില്ല എന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത്രത്തോളം പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് നോമ്പുകാരനെ വലിയ വിഭവസമർത്ഥമായിട്ടൊന്നുമില്ലെങ്കിലും ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടാണ് നോമ്പ് തുറപ്പിക്കുന്നതെങ്കിൽ പോലും വലിയ പ്രതിഫലമാണ് അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നത്.